അപ്പൊ നമുക്ക് ഇവിടെ ചക്ക കൊണ്ട് പലതരത്തിലുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് കേട്ടു. അതെന്തൊക്കെയാണ് സംഭവങ്ങൾ വരുന്നത്? ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാനിപ്പോ വന്നുള്ളത് ഇരിഞ്ഞാലക്കുട മാപ്രാണം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ ഞാൻ വരാൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാം, നല്ലൊരു പ്ലാവാണ് ഇപ്പൊ എന്റെ ബാക്കിൽ നിൽക്കുന്നത്. ഇപ്പൊ നമുക്കിനി ചക്കയുടെ സീസണാണ് വരാനായിട്ട് പോകുന്നത്. അപ്പൊ ഈ ചക്കയുടെ സീസണിൽ ചക്ക ഒരുപാട് വീണ് പോവുക, കേടായി പോവുക, അങ്ങനെയൊക്കെയാണ് ആൾക്കാരുടെ അവിടെ പതിവായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ചക്ക നമുക്ക് എങ്ങനെ ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാന്നാണ് ഞാൻ ഇന്ന് പറയാനായിട്ട് പോകുന്നത്. അപ്പൊ ഞാൻ നമ്മുടെ സ്ഥാപനത്തേക്ക് വന്നേക്കാണ്. ഇപ്പൊ ഇതാണ് നമ്മുടെ സ്ഥാപനത്തിന്റെ പേര് വരുന്നത്, കേരള അഗ്രോ ആൻഡ് ഹെർബൽ പ്രൊഡക്ട്സ് എന്നാണ് സ്ഥാപനത്തിന്റെ പേര്. ഇതാണ് മാഡം. നമസ്കാരം. നമസ്കാരം. അപ്പൊ നമുക്ക് ഇവിടെ ചക്ക കൊണ്ട് ചക്ക ഉണക്കിയിട്ടുള്ള പലതരത്തിലുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് കേട്ടു. അതെന്തൊക്കെയാണ് സംഭവങ്ങൾ വരുന്നത്? ചക്ക ഉണക്കി ചക്കപ്പൊടി ഉണ്ടാക്കും, പിന്നെ ചക്ക വറക്കും, പിന്നെ ചക്ക പഴുപ്പിച്ച് അത് ചക്കയുടെ ഉണ്ടാക്കും. ഈ ചക്ക എങ്ങനെ ഉണക്കുന്നത്? ചക്ക നല്ലവണ്ണം അരിഞ്ഞ് ഡ്രയറിലിട്ട് ഉണക്കും. ഡ്രയറിലാണ് ഉണക്കുന്നത്? അതെ അതെ. നമുക്ക് അതൊക്കെ ഒന്ന് കാണാൻ പറ്റുമോ? ഉള്ളിൽ കയറിയിട്ട് കാണാമല്ലോ. നമുക്ക് ഉള്ളിൽ പോയിട്ട് നമുക്ക് അത് എന്തൊക്കെയാണ് സംഭവങ്ങൾ നമുക്ക് നോക്കാന്നുള്ളതാണ്. മാഡം, ഇതാണല്ലേ ഡ്രയർ വരുന്നത്? ഡ്രയർ ഇപ്പൊ ഉണക്കിക്കൊണ്ടിരിക്കുകയാണോ ചക്ക? അതെ. നമുക്കത് കാണിച്ചു തരാൻ പറ്റുമോ? ഇതാ അവിടെ ചക്ക ഉണക്കാനായിട്ട് വെച്ചേക്കാണല്ലേ? എടുക്കണം. നോക്കില്ല, ഇതിങ്ങനെ അരിഞ്ഞു വെച്ചേക്കാണല്ലേ? ഇത് അരിഞ്ഞു വെച്ചിരിക്കുക. ഇതിപ്പോ എത്ര സമയമായി ഉണക്കാൻ വെച്ചിട്ട്? ഇപ്പൊ ഒരു 2 മണിക്കൂറായിട്ടുള്ളൂ. 2 മണിക്കൂറായിട്ടുള്ളൂ അല്ലെ? ഇതാണ് ചക്ക ഇതേപോലെ അരിഞ്ഞു വെച്ചേക്കാണ്. ഇത് എത്ര സമയം എടുക്കും മൊത്തമായിട്ട് ഉണങ്ങി വരാൻ? ഒരു 10 മണിക്കൂർ. 10 മണിക്കൂറൊക്കെ അല്ലെ? ഓ, അപ്പൊ ചക്ക ഇതേപോലെ നല്ല രീതിയിൽ അരിഞ്ഞ് ഉണക്കാനായിട്ട് വെച്ചേക്കാണ്. ഇനി ഇത് ഉണങ്ങി എന്താ ചെയ്യുക അടുത്തത്? ഇത് ഉണങ്ങി ഞങ്ങൾ പൊടിക്കും. മെഷീൻ ഉണ്ട്, പൊടിക്കുന്ന മെഷീൻ വരുന്നുണ്ടല്ലേ? അതിലിട്ട് പൊടിച്ച് പാക്ക് ചെയ്യും. പൊടിച്ച് പാക്ക് ചെയ്ത് കൊടുക്കാണ് ചെയ്യുന്നത്? അതെ. ഇതാണ് ചക്കപ്പൊടി, 250 ഗ്രാമിന്റെ. ഈ ഒരു ബോക്സ് ആണല്ലേ കൊടുക്കുന്നത്? അതെ. അപ്പൊ ഇതേപോലെ 250 ഗ്രാമിന്റെ ബോക്സ് ആയിട്ടാണ് ചേച്ചി ഇവിടെ ചക്ക ഉണക്കി നല്ല രീതിയിൽ പൊടിപ്പിച്ച് കൊടുക്കുന്നത്. ഇത് എന്തിനൊക്കെ ആൾക്കാർ ഉപയോഗിക്കുന്നത് കൂടുതലും? പുട്ടുപൊടി ഉണ്ടാക്കാം, ദോശയിൽ ഉപയോഗിക്കാം. അപ്പൊ ഓരോരുത്തരും ഓരോ ആവശ്യങ്ങൾക്കാണ് ഇത് കൊണ്ടുപോകുന്നത്. ഇത് മാത്രമാണോ നമ്മുടെ ഈ ഡ്രയറിൽ ചക്ക മാത്രമാണോ ഉണക്കുന്നത്? വേറെ പലതും ഉണക്കണുണ്ട്. വേറെന്തൊക്കെയാണ്? വേറെ നമ്മള് പച്ചക്കറി കൃഷിയുണ്ട്. പച്ചക്കറിയിൽ നിന്ന് എടുക്കുന്ന മുളക്. മുളക് അത് കണ്ടു. ഇത് കണ്ടോ? ഈ മുളക് എന്ത് ഇങ്ങനെ കളർ വരാൻ കാരണം എന്താ? അത് ഞാൻ ഡ്രയറിൽ ഉണക്കുന്നത് കൊണ്ടാണ്. ഈ ഡ്രയറിൽ ഉണക്കണമെന്നാണ് ഈ പച്ച കളറിൽ കിട്ടണേ അല്ലേ? കിട്ടുന്നത്. ഓ, നമ്മള് വെയിലത്തൊക്കെ വെച്ച് കൊണ്ടിട്ട് ഉണക്കാണെങ്കിൽ ഒരു ബ്രൗൺ കളർ ആയിരിക്കും. ഇത് അതേപോലെ തന്നെ ഗ്രീൻ കളറിൽ തന്നെ നമുക്ക് ഇത് ഉണങ്ങി കിട്ടിയിട്ടുണ്ടല്ലേ? അപ്പൊ നല്ലൊരു കൊണ്ടാട്ടം വരുന്നുണ്ട്. പിന്നെ എന്തൊക്കെയാണ് ചെയ്യുന്നത്? പിന്നെ പാവയ്ക്ക കൊണ്ടാട്ടം ഉണ്ടാക്കാറുണ്ട്. കൃഷി ചെയ്ത് വരുന്ന ബാക്കി വരുന്ന സാധനങ്ങൾ കൊണ്ട് എല്ലാം കൊണ്ടാട്ടങ്ങൾ സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലേ? ഇത് എവിടെയാ കൃഷി സംഭവങ്ങളൊക്കെ ചെയ്യുന്നത്? എവിടെയാ കൃഷി? പറമ്പിലും. പിന്നെ ഞങ്ങള് ഇപ്പൊ ഒരു കൃഷിക്കൂട്ടുണ്ട്. അപ്പൊ കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ഇപ്പൊ അടുത്ത കാലത്ത് ഒരു വിപണി തുടങ്ങി, കാർഷിക വിപണി തുടങ്ങിയിട്ടുണ്ട്. ചെറിയൊരു ഷോപ്പ് പോലെ അല്ലേ? പച്ചക്കറികൾ വാങ്ങും, പിന്നെ ഞാൻ ഉണ്ടാക്കിയ മൂല്യവർദ്ധിത സാധനങ്ങളും ഞാൻ അവിടെ വിൽക്കുന്നുണ്ടല്ലേ? വേറെ ഇതല്ലാതെ വേറെ എന്തൊക്കെ ഐറ്റംസ് വരുന്നുണ്ട്? വേറെ അവിടെ ഇരിക്കുന്നുണ്ടല്ലേ കുറച്ച് ഐറ്റംസ്. നമുക്ക് ഇവിടെയാണ് നമ്മുടെ പ്രൊഡക്ട്സ് വരുന്നത്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ജിഞ്ചർ കാൻഡി. ഇത് മധുരം ഉണ്ടാവും? ഇത് ചെറു മധുരം ഉണ്ടാവും. ഇതെങ്ങനെയാ ഇപ്പൊ ഉണ്ടാക്കി എടുക്കുന്നത്? ഇത് ഇഞ്ചി ഉണക്കിയിട്ട്. ഇഞ്ചി ഉണക്കി നമ്മുടെ മെഷീനിലാണോ ഉണക്കുന്നത്? നമ്മുടെ മെഷീനിൽ ഉണക്കിയിട്ട് ഇഞ്ചി ഉണക്കിയെടുത്തേക്കാണ്. ഇഞ്ചി വരുന്നുണ്ട് ഉണക്കിയത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ സാമ്പാർ പൊടി ഉണ്ട്, മുളക് പൊടി, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ അല്ലെ? മുളക് പൊടി ഉണ്ട്, ഗരം മസാല ഉണ്ട്. പിന്നെ മുളക്, ഉപ്പിലിട്ട മുളക് അല്ലെ? ഉപ്പിലിട്ട മുളക്. അവിടെ ലൂസ് പൊടി ഉണ്ട്. ഇതാണ് ഇതിന്റെ ബ്രാൻഡിങ് കാര്യങ്ങളൊക്കെ വരുന്നത്. നല്ല ഓർഗാനിക് ആയിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള അവലൂസ് പൊടി സംഭവങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. എല്ലാം ഇവിടെ എല്ലാം കഴുകി ഉണക്കി പൊടിച്ചിട്ടാണ് ഞങ്ങൾ കൊടുക്കുന്നത് അല്ലെ? അത്ര വൃത്തിയായിട്ടാണ് ഇവിടെ എല്ലാം ചെയ്യുന്നത്. ഇത് ആരൊക്കെയാ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാനായിട്ടുണ്ടാവും? ആരൊക്കെയാ ഹെൽപ്പ് ചെയ്യാൻ? ഒരാളുണ്ട്, പിന്നെ എന്റെ ബ്രദറുണ്ട്, സിസ്റ്റർ ഉണ്ട്. അവര് ഞങ്ങള് കുടുംബമായിട്ട് ചെയ്യുന്നതാണ് എല്ലാം. ഇവരെന്നെ ഇവിടെ കുടുംബമായിട്ട് ചെറിയ രീതിയിൽ ചെയ്യുന്നതാണ്. ഇവർക്ക് തന്നെ തൊട്ടപ്പുറത്ത് തന്നെ കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ട്.
ആ കൃഷിയിൽ നിന്ന് കിട്ടുന്ന നമ്മുടെ പാവയ്ക്കായാലും അതുപോലെ തന്നെ മുളക് സംഭവങ്ങളൊക്കെ ഉണക്കി മൂല്യവർദ്ധിത കൊണ്ടാട്ടങ്ങളായിട്ടും ചേച്ചിക്ക് ഒരു വിപണിയും കൂടി വരുന്നുണ്ട്, കാർഷിക വിപണി ചെറുത്. അവിടെ അതാണ് സെയിൽ സംഭവങ്ങളൊക്കെ ചെയ്യുന്നത്. വീടുകളിലേക്കും കൊടുക്കുന്നുണ്ട് അല്ലേ? റാഗി ഒരു 6-7 പ്രാവശ്യം കഴുകിയിട്ടാണ് നല്ലവണ്ണം അഴുക്ക് ഉണ്ടാവും, കഴുകി ഉണക്കി പൊടിച്ചു കഴിഞ്ഞ് അത് അരിച്ചിട്ടാണ് ഞാൻ പാക്ക് ചെയ്യുന്നത്. കാരണം കുട്ടികൾക്ക് ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മൾ അത്രയും ശ്രദ്ധിച്ചിട്ടാണ് കുഞ്ഞുകുട്ടികൾ കൊടുക്കുന്നത്. പിന്നെ കണ്ണൻ കായപ്പൊടി ഉണ്ട്, കണ്ണൻ കായ അരിഞ്ഞ് ഉണക്കി പൊടിച്ചു. അതും നമ്മുടെ മെഷീനിലാണോ ഉണക്കുന്നത്? മെഷീനിലാണ് അത് ഉണക്കുന്നത് അല്ലേ? അതും കുട്ടികൾക്ക് കൊടുക്കുന്നത്. അതൊക്കെ നല്ല വൃത്തിയൊക്കെ എഴുതി ഉണക്കി പൊടിച്ചിട്ട് ഉണക്കി പൊടിച്ചിട്ടാണ് എല്ലാ സംഭവങ്ങളും ഇവിടെ നല്ല വൃത്തിയൊക്കെ എഴുതി ഉണക്കി പൊടിപ്പിച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പോ ചേച്ചിയുടെ ഈ വിപണി വരുന്നത് ഇരിഞ്ഞാലക്കുട കരിവന്നൂര് പുറത്തുശ്ശേരി കൃഷിഭവന്റെ ആഭിമുഖ്യത്തിലാണ് ചേച്ചിയുടെ വിപണി നടത്തുന്നത്. അപ്പൊ അവിടെ ചെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഓർഗാനിക് ആയിട്ടുള്ള ശുദ്ധമായിട്ടുള്ള പ്രൊഡക്ട്സ് നിങ്ങൾക്ക് അവിടെ നിന്ന് മേടിക്കുക എന്നുള്ളതാണ്. പച്ചക്കറികളും ഉണ്ട് അല്ലെ? പച്ചക്കറികളും ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് നല്ല വിശ്വസിച്ച് അവിടെ നിന്ന് സംഭവങ്ങളൊക്കെ മേടിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇപ്പൊ ഇവിടെ എന്താ പറയാ, നമ്മുടെ ഡ്രയറിലാണ് ഈ സംഭവങ്ങളൊക്കെ ഉണക്കി എടുക്കുന്നത്. ഇപ്പൊ ചക്ക ആയാലും സംഭവങ്ങളായാലും. അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ ചക്ക ഉണക്കണം എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ കൊണ്ടാട്ടം ഉണക്കണം എന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ഡ്രയറുകളെ പറ്റിയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡ്രയർ കമ്പനിനെ കോൺടാക്ട് ചെയ്യാം. അവരുടെ നമ്പർ ഞാൻ വീഡിയോയിൽ വെച്ചേക്കാം. അപ്പൊ ചേച്ചി എത്ര നാളെ ഈ ഒരു സംരംഭം തുടങ്ങിയിട്ട്? ഞാനൊരു 1.5 വർഷമായി തുടങ്ങിയിട്ടല്ലേ? അപ്പൊ അത് തുടങ്ങിയപ്പോൾ ഈ ചക്കയെന്നാണോ തുടങ്ങിയിരുന്നത്? ചക്കയെന്നല്ല തുടങ്ങിയത്. എന്താണ് ആദ്യത്തെ പ്രൊഡക്റ്റ് എന്തായിരുന്നു? ആദ്യം അരിയുടെ പ്രൊഡക്റ്റ് ആയിരുന്നു. അരി ആയിരുന്നു അല്ലെ? അരി വറുത്ത് പൊടിച്ചു കൊടുക്കുക അങ്ങനെയുള്ള സംഭവം. അങ്ങനെ ഓരോന്നായിട്ട് അവലോസ് പൊടി, അരിപ്പൊടി അങ്ങനെ തുടങ്ങി. പിന്നെ നമുക്ക് ആവശ്യമുള്ള നിത്യോപയോഗ സാധനങ്ങളെല്ലാം മുളക്, മല്ലി, അതുപോലെ റാഗി, പിന്നെ കണ്ണങ്കായ്പൊടി, പിന്നെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തുടങ്ങി. എപ്പോഴാണ് ഇപ്പൊ ഈ മെഷീൻ എടുത്ത? എന്നാണ് മെഷീൻ എടുത്തിട്ട് 1 വർഷമായി. 1 വർഷമായി അല്ലെ? അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ഈ ചക്കയിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ചക്ക ഉണക്കി പൊടിച്ചാൽ ഇങ്ങനെയാണ് നമുക്ക് വെറുതെ ഉൽപ്പന്നമാക്കി എടുക്കാന്നൊക്കെ തോന്നിയത്? അത് മെഷീൻ കിട്ടിയപ്പോ അങ്ങനെ ചിന്തിച്ചെടുത്താണ് അല്ലെ? അതെ. ചക്ക അതേപോലെ തന്നെ കൊണ്ടാട്ടം, ക്യാൻഡി ഇതൊക്കെ ഉണ്ടാക്കാൻ മെഷീൻ ഉള്ളത് കൊണ്ടാണ്. അതെ. അല്ലെങ്കിൽ പിന്നെ നമ്മള് അതിനു വേണ്ടി മെനക്കെടാം. ഒന്നാമത് പൊടിയും കാര്യങ്ങളും ആവും. അതെ, പുറത്ത് വെച്ച് വെയിലത്ത് ഉണക്കുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ എനിക്കൊരു സൗകര്യം ഉണ്ടാക്കി തന്നു. ഇപ്പൊ ഈ ചക്കയുടെ ഈ പൊടി ഒരുപാട് പേര് മേടിക്കുന്നുണ്ടോ? മേടിക്കുന്നുണ്ടല്ലേ? നമ്മുടെ കാർഷിക വിപണിയിൽ വന്നിട്ടാണോ മേടിക്കുന്നത് അതോ കാർഷിക വിപണി പുറത്തേക്കാണ് ഞങ്ങൾ അധികം കൊടുക്കുന്നത്? അപ്പോ നമ്മുടെ ഈ വീട് കടന്ന ആരെങ്കിലും ഇതേപോലെ നല്ല ക്വാളിറ്റിയുള്ള ചക്കപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ ചേച്ചനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുമോ? അയച്ചു കൊടുക്കാൻ പറ്റും അല്ലെ? അപ്പൊ നമ്മുടെ കോൺടാക്ട് നമ്പർ ഞാൻ അവിടെ കൊടുത്തേക്കാം. അപ്പൊ അതിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ നല്ല ചക്കപ്പൊടി സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് മേടിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതേപോലെ ചക്ക ഉണക്കാനോ അല്ലെങ്കിൽ ഇപ്പോൾ കൊണ്ടാട്ടോ എന്ത് സംഭവം ഉണക്കണം എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഉണക്കാനായിട്ട് ഇപ്പോൾ ഇതേപോലെ ഡ്രയർ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡെൽമാർക്കിനെ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഡ്രയറിൽ ചക്ക മാത്രമല്ല എല്ലാവിധ സാധനങ്ങളും ഉണക്കിയെടുക്കാൻ പറ്റും. പച്ചക്കറികൾ, പഴങ്ങൾ, മീൻ, ഇറച്ചി, അങ്ങനെ എന്ത് സാധനവും നമുക്ക് ഇതിൽ ഉണക്കിയെടുക്കാനായിട്ട് പറ്റുന്നുള്ളതാണ്. അപ്പൊ ഇത് ഈ ഒരു സൈസ് മാത്രമാണോ നോക്കിയിരുന്നത്? ഇതിന് വലുത് ചെറുതൊക്കെ നോക്കിയിരുന്നോ കമ്പനിയിൽ വന്നിട്ട്? ഇല്ല, ഈ ഒരു സൈസാണ് നോക്കിയിരുന്നല്ലേ? 5 തട്ടിന്റെ അല്ലെ? അപ്പൊ നമ്മുടെ കമ്പനി ഇതേപോലെ 5 തട്ടിന്റെ മാത്രമല്ല പല സൈസിലുള്ള ഡ്രയറുകൾ ചെയ്യുന്നുണ്ട്. ഒരു 3 തട്ട് തൊട്ട് 3, 5, 7, 10 കസ്റ്റമർക്ക് എത്ര ട്രൈസിലുള്ള ഡ്രയറാണോ വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ വലുപ്പത്തിൽ ചെയ്ത് നൽകുന്നുണ്ട്. അത് നമ്മൾ ഓൾ ഓവർ ഇന്ത്യ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ എവിടെയാണ് നമുക്ക് ഈ ഡ്രയർ എല്ലാം തന്നെ എത്തിച്ചു തരാനായിട്ട് പറ്റും നമുക്ക്. അപ്പൊ നിങ്ങൾക്ക് എന്ത് സംഭവം ഉണക്കണമെന്നുണ്ടെങ്കിലും എന്ത് അറിയണമെന്നുണ്ടെങ്കിലും ഡ്രയറിനെ പറ്റിയിട്ട് നമ്മുടെ ഡെൽമാർക്കിനെ കോൺടാക്ട് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത്രയും ക്വാളിറ്റിയിലുള്ള ഇതേപോലെ ചക്കപ്പൊടി ആയാലും കൊണ്ടാട്ടായാലും പച്ചക്കറികളായാലും എന്തുതരം മസാലകളായാലും സംഭവങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി കാർഷിക വിപണിയിൽ പോയിട്ട് മേടിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇത് അയച്ചു തരുന്നുണ്ടെങ്കിൽ ഇവിടെ കോൺടാക്ട് നമ്പർ കൊടുത്തേക്കാം, ഇവിടെ സ്ഥാപനത്തിന്റെ കോൺടാക്ട് നമ്പർ കൊടുത്തേക്കാം. അതിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് മേടിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വരുന്നത്. അപ്പൊ അടുത്തൊരു നല്ല വീഡിയോ കാണുന്നവരിക്കും ബൈ.